നല്ല പഞ്ഞി പോലെയുള്ള പുട്ടിനായിട്ട് അതുപോലെ ഇങ്ങനെ നമുക്ക് 1.5 കപ്പ് ഞാൻ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അത് ഒന്ന് നല്ലപോലെ സോഫ്റ്റ് ആവാൻ പാകത്തിനൊന്ന് നനച്ചെടുക്കണം. അപ്പോൾ അത് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്, നൈസായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പുട്ട് വേകുന്നതിൻ്റെ കൂടെ തന്നെ വെന്ത് കിട്ടിക്കോളും. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല പഞ്ഞി പോലെ ഒന്ന് നനച്ചെടുക്കണം കേട്ടോ. കുറേശ്ശെ ആദ്യം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ക്യാരറ്റും ഉപ്പും അരിപ്പൊടിയും എല്ലാം കൂടെ ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നനച്ചെടുക്കാം. നമ്മളിങ്ങനെ പുട്ടിന് പൊടി നനയ്ക്കുക എന്ന് പറയുമ്പം അതൊന്ന് കുഴഞ്ഞിരിക്കണം. കയ്യിൽ ഉരുട്ടി പിടിക്കുന്ന സമയത്ത് അതൊന്ന് കുഴഞ്ഞിരിക്കാൻ കൂടിയിരിക്കാൻ പാകത്തിനുള്ള അളവിൽ കിട്ടണം. അപ്പോൾ ദാ ഇതിലേക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുത്തു, ചെറിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ നനച്ച് വെച്ചിരിക്കുന്ന പൊടി കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു 4 പ്രാവശ്യം തേങ്ങയും 3 പ്രാവശ്യം അരിപ്പൊടിയുമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഇതൊന്ന് ആവിയിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കണം. ഒരു ആവി ശരിക്കും വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു 3-4 മിനിറ്റ് സിമ്മിൽ വെച്ചാലും മതി. ഇതുപോലെ ഇങ്ങനെ ഒട്ടും പൊട്ടിപ്പോകാതുള്ള പുട്ട് നമുക്ക് കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെയുള്ള പുട്ട് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കുന്ന ഗ്രീൻ പീസ് കറിയും പപ്പടമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പത്തിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പുട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പുട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുപോലെയുള്ള ഈസി റെസിപ്പികൾക്കും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കുമായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. താങ്ക്